നമസ്കാരം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേബി കോൺ വെച്ചിട്ടാണ്. ബേബി കോൺ ഉണ്ടല്ലോ, ഫ്രഷ് ബേബി കോൺ ആണ്. അപ്പൊ അത് മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ഒരു കുട്ടികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാധാ നാടൻ മസാല ഇട്ട് ഗില്ല് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കിലൊക്കെ കുത്തിയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു റെസിപ്പി നമുക്ക് സൂപ്പർ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിനകത്തുള്ള മസാല എന്തൊക്കെയാണ് വേണ്ടത്? ഇതിനകത്ത് കുരുമുളകുണ്ട്, ജീരകപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, പിന്നെ സോൾട്ട് ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ ലെമൺ ഉണ്ട്. പിന്നെ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് കോൺഫ്ലോർ തന്നെ, അതിന്റെ നമ്മൾ ഉണക്കി പൊടിച്ച കോൺഫ്ലോർ. അപ്പൊ നമ്മുടെ ഈ ബേബി കോൺ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇതേമാതിരി ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ട് ചെയ്ത സാധനം നമ്മളത് മസാല ഇടാൻ പോവാണ്. അപ്പൊ അതിനകത്ത് ഇടുന്നത് ശകലം ഉപ്പ്, പിന്നെ ശകലം ചില്ലി പൗഡർ, ശകലം കുരുമുളക് പൊടി, ശകലം ജീരകപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ വന്നിട്ട് ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പൊ നമ്മൾ ഇതുണ്ടല്ലോ, ഈ സാധനം കൊച്ചുകുട്ടികൾ കഴിക്കുന്ന പരുവത്തിൽ അവൻ ഫാൻസി ആയിരിക്കും, കണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ. അപ്പൊ ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാത്തിനെയും നമ്മളിങ്ങനെ കുത്തുക. അപ്പൊ എല്ലാത്തിനും നമ്മളിങ്ങനെ കുത്തിയിട്ട്, അപ്പം ഞാൻ ശകലം നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. ശകലം നെയ്യ്, ശകലം ഒരു പേര്. അപ്പം നമസ്കാരം, ക്ഷമിക്കുക, ഞാൻ ഇതിനകത്ത് സോൾട്ട് ഇടുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നു. ഇങ്ങനെ കുക്ക് ചെയ്യാൻ പോകും. അതുകൊണ്ടല്ലോ, ഇതിങ്ങനെ അളക്കുന്ന സാധനം കൊണ്ട് നമ്മൾ അളക്കുന്നു. നമ്മൾ ഫൈനലി ലെമൺ ലാസ്റ്റിലാണ് ഒഴിക്കുന്നത്, നല്ല ഗുമ്മ് വരാൻ വേണ്ടി സൂപ്പറായിരിക്കും. ലെമൺ ഇങ്ങനെ ഒഴിക്കുക. അപ്പൊ നമ്മൾ ഫൈനലി ലെമണൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, നല്ല മസാലയൊക്കെ വരണ്ട്. നല്ല ഭയങ്കര മസാലയൊന്നുമല്ല, കുട്ടികൾക്കായതുകൊണ്ട് ഭയങ്കര മസാലയൊന്നുമില്ല. അപ്പൊ ഇത് റോ ആയിട്ട് സൂപ്പറാണ്, കിടിലാണ്. സോസും കൂടെ മുക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി അല്ല, ചെറിയൊരു ലെമണും പിന്നെ ആ നെയ്യും കൂടെ വന്നപ്പോഴത്തേക്കും കിടിലമാണ്.